പ്രശാന്തയുടെ ഹൈന്ദവർ വളരെ പുണ്യമായി കാണുന്ന മഹാകുംഭമേള ആരംഭിച്ചിട്ടുണ്ട്. അതിനെ വിവാദങ്ങൾ കൊണ്ട് നിറയ്ക്കാനാണ് ചിലരുടെ ശ്രമം. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ കുംഭമേളയിൽ പങ്കെടുക്കാൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരെ ആക്രമിക്കുന്നു. അതോടൊപ്പം തന്നെ കുറച്ചുനാൾ മുമ്പ് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടൊരു വിവാദമുണ്ടായിരുന്നു. അങ്ങനെ കുംഭമേളയുടെ നിറം കെടുത്താനുള്ള ശ്രമം ഒരു ഭാഗത്ത് തുടരുകയാണ്. തീർച്ചയായിട്ടും അത് ഇപ്പം ഈ കുംഭമേള എന്ന് പറയുന്നതല്ല, ഹൈന്ദവ ആചാരങ്ങൾക്ക് മൊത്തവും നടക്കുന്ന സമയത്ത് അക്രമങ്ങൾ ഉണ്ടാകുന്ന രീതിയിലേക്ക് ഇന്ത്യയിലുടനീളം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുംഭമേള എന്ന് പറയുന്ന ഒരു മഹാസംഭവം, എന്നാൽ 45 കോടി ജനം പങ്കെടുക്കുന്ന ഒരു വലിയ മഹാ അത്ഭുതമാണ് ഈ കുംഭമേള. അപ്പോൾ അതിനകത്ത് ഏതാണ്ട് 16,000 കോടി രൂപയുടെ ചിലവ് അതിനകത്ത് വരുന്നുണ്ട്. അപ്പം വരവിനെ പറ്റി നമ്മൾക്കറിയത്തില്ല, എന്നാലും 4 ലക്ഷം കോടി രൂപയുടെ വരവ് മോദി അല്ലെങ്കിൽ യോഗി പറയുന്നു. 16,000 കോടി രൂപ മുടക്കുമ്പോൾ 4.5 ലക്ഷം കോടി രൂപ അങ്ങോട്ട് തിരിച്ചു വരവുണ്ടാകുന്ന ഒരു അല്ലെങ്കിൽ അത്തരത്തിൽ ആ പ്രദേശം മൊത്തം ഇന്ത്യയിലുടനീളം സാമ്പത്തിക ക്രയവിക്രമം, എക്കണോമിക്കൽ ഗ്രോത്ത് പോലും. കാരണം ആളുകൾ വരുമ്പം ഇപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ അതാണ് അതിൻ്റെ ഒരു എക്കണോമിക് ഗ്രോത്ത്. പിന്നെ നമ്മുടെ മുന്നിൽ ശബരിമല ഉണ്ടല്ലോ. അതെ, അത് ആൾക്കാർ ഇപ്പോൾ ഇപ്പം ശബരിമല പോകുന്ന വഴിക്ക് ഭക്ഷണം കഴിക്കും. അപ്പം ആ ചിലവുകളുണ്ടല്ലോ, ആ ചിലവുകൾക്കാണ് അതിപ്പോൾ അതെല്ലാം ആ രാജ്യത്തെ കിടന്ന് ക്രയവിക്രയം നടത്തുമല്ലേ. അപ്പോൾ അതിനകത്ത് ആ പണം മൊത്തം വന്ന് കൂടുമ്പോൾ അവിടെ ഒരു എക്കണോമിക്കൽ അല്ലെങ്കിൽ ആ പ്രദേശത്ത് അതിൻ്റെതായ ഒരു വ്യത്യാസവും വികസനവും ഒക്കെ ഉണ്ടാവില്ല. ഇതെല്ലാം കൊടുക്കുന്ന വ്യവസായികൾ, അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത്, ഇപ്പം ഗുജറാത്തിൽ നിന്ന് വരുന്ന ട്രെയിനുകളിൽ ആ കുംഭമേളയ്ക്ക് വരുന്ന ഭക്തരെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടി ട്രെയിൻ ആക്രമിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ട്രെയിൻ ആക്രമിക്കുക, അല്ലെങ്കിൽ ട്രെയിനകത്ത് ഈ ജനൽ ചില്ലുകൾ പൊട്ടിക്കുക. അപ്പം അതിനകത്തു നിന്ന് വരുന്ന വാർത്തകളും ദൃശ്യങ്ങളും ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ വളരെ ഭയത്തോടു കൂടിയാണ്. കാരണം ഭയത്തോടു കൂടി ആ ജനത ഇത് പറയുവാൻ കാരണമെന്ന് പറഞ്ഞാൽ, വളരെ പുറകോട്ട് നമ്മൾ നോക്കുമ്പോൾ വളരെ കാലം വിവാദമായിട്ട് ഉപയോഗിച്ച് നരേന്ദ്രമോദിയെ ഉൾപ്പെടെ BJP ഉൾപ്പെടെ ലോകത്തും ഇന്ത്യയിലും ഏറ്റവും മോശമായി ചിത്രീകരിക്കാൻ ഉപയോഗിച്ച ഒരു കലാപമുണ്ട്, ഗുജറാത്ത് കലാപം. ഗുജറാത്ത് കലാപത്തെ നമ്മൾ ന്യായീകരിക്കുന്ന ഒന്നുമില്ല. ഗുജറാത്ത് കലാപം അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു കലാപവും ഇന്ത്യയിൽ ഉടനീളം നടക്കരുതെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം കലാപത്തിനകത്ത് കലാപം ഉരുത്തിരിക്കുന്നവരല്ല, നിരപരാധികൾ വളരെ കൂടുതൽ ആൾക്കാർ പെട്ടുപോകുന്ന അവസ്ഥ. പക്ഷേ ഗുജറാത്ത് കലാപം ഉരുത്തിരിച്ചതാര്? ഗുജറാത്ത് കലാപം ഉരുത്തിരിച്ചൊരു ഗോദ്രയിലെ ഒരു ട്രെയിനകത്ത് കർസേവം നടത്തിയിട്ട് വന്ന 67ഓളം വരുന്ന സന്യാസിമാരെ അതിനകത്തുനിന്ന് ചുട്ടുകൊട്ടുന്ന ഒരു കഥയുണ്ട്. ആ കഥയാരും പറയുന്നില്ല. ആ കഥയുടെ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായ ഒരു കലാപമാണ്. ആ കലാപത്തെയാണ് നമ്മൾ ഗുജറാത്ത് കലാപം. പക്ഷെ ഗുജറാത്ത് കലാപം ഉണ്ടാവാൻ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ ആരാണ് ശ്രമിച്ചത്? അതിനകത്ത് വലിയൊരു അതുണ്ടായ റെയിൽവേ സ്റ്റേഷൻ, ആ റെയിൽവേ സ്റ്റേഷനെ പറ്റി നമ്മൾ പരിശോധിക്കുമ്പോൾ ആ റെയിൽവേ സ്റ്റേഷനിൽ ഇതുപോലെ അനധികൃതമായിട്ട് താമസിക്കുന്ന വളരെ കൂടുതലായിട്ടുള്ള മുസ്ലിങ്ങളുണ്ട്. അവിടെ ചെന്ന് സ്വതന്ത്രമായിട്ട് ഒരാൾക്ക്, അല്ലെങ്കിൽ ഇവർ നടത്തുന്ന കടകൾ, ഇവരുടെ സ്വാധീനത്തിലുള്ള പ്രദേശം, അത് മൊത്തം റെയിൽവേ സ്റ്റേഷൻ്റെ വളരെ കൂടുതൽ പ്രദേശം ഇവരുടെ സ്വാധീനത്തിലാണ്. വളരെ കൂട്ടമായിട്ട് ഈ പറയുന്ന ഇന്ത്യയുടെ ഭാഗമല്ലാത്ത മുസ്ലിങ്ങൾ പോലും താമസിക്കുന്നു. അവിടെ അവർ കച്ചവടം നടത്തുന്നു, അല്ലെങ്കിൽ ആ റെയിൽവേ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട ഏരിയ മൊത്തം അവരുടെ കയ്യിലാക്കുന്നു. അവിടെ അവർ കച്ചവടം നടത്തുന്നത് അവരുടെ താല്പര്യത്തിനകത്താണ്. നമ്മൾ ചെന്നൊരു സാധനത്തിന് വില ചോദിച്ചാൽ അവരൊരു വില പറയുകയും ആ സാധനം മേടിച്ചില്ലെങ്കിൽ അവിടുന്ന് പോകാൻ വരാത്തൊരവസ്ഥ. ഞാൻ പറയുന്നത് ഇത്രയ്ക്ക് ഉണ്ടായ ഒരിടത്ത്, അല്ലെങ്കിൽ അവരുടെ ചിന്താഗതി വേറെ രീതിയിൽ, ഇന്ത്യയിൽ നിന്നല്ല, അവർ ആ സ്വാധീന വലയത്തിൽ അവരുടെ രീതിയിൽ അവരാഗ്രഹിക്കുന്ന രീതിയിൽ പോകുമ്പോൾ അത് ഇന്ത്യ മൊത്തവും വ്യാപിപ്പിക്കണം. അവരാഗ്രഹിക്കാത്ത ചിലർ ആ ട്രെയിനിൽ വന്നു. സന്യാസിമാരെ അവർക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ മറ്റ് മതസ്ഥരെ അവർക്ക് ഇഷ്ടമല്ല. അപ്പം അവരുടെ താല്പര്യത്തിന് വേണ്ടി അവിടെ ആ കൊല നടത്തുകയാണ്. ആ കൊലയ്ക്ക് അനുബന്ധിച്ചാണ് ഈ ഗുജറാത്ത് കലാപമുണ്ട്. അതുപോലെ തന്നെ കർസേവ അല്ലെങ്കിൽ ഈ കർസേവ അല്ലെങ്കിൽ കുംഭമേള, ഈ കുംഭമേളയ്ക്ക് തുടക്കം മുതൽ പ്രശ്നമല്ലേ. കുംഭമേള നടത്തുന്നിടം വക്കഭൂമിയാണ്, അല്ലെങ്കിൽ പല വിവാദങ്ങൾ. ഇപ്പം തന്നെ കുംഭമേളയ്ക്ക് പോകുന്ന ആളിനെ ആക്രമിക്കുന്നു. ഈ ആക്രമണം ഏതെങ്കിലും രീതിയിൽ ഹിന്ദു സമൂഹം കൂടെ ഏറ്റെടുത്താൽ വലിയ കലാപത്തിലേക്ക് പോകുന്നില്ലേ? ആ കലാപം ഇത് ഉരുത്തിരിക്കുന്നവരതിനകത്ത് തോന്നും മാറി നിൽക്കുകയും, അല്ലെങ്കിൽ ഒരു പരിധിവരെ ഉരുത്തിരിക്കുന്നവർ കലാപത്തിൽ നിന്ന് കലാപം ഉണ്ടാകുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവർക്ക് അതിനകത്ത് മാറാൻ പറ്റും. പിന്നെ സംഘർഷം എന്ന് പറഞ്ഞാൽ മുസ്ലിം അല്ലെങ്കിൽ ഹിന്ദു സംഘർഷം ആണല്ലോ വരുന്നത്. അപ്പോൾ വളരെ കൂടുതൽ ആൾക്കാർ ഇല്ലായ്മയാവുന്ന ഒരവസ്ഥ വരും. അതിനകത്ത് ആ ഇല്ലായ്മയാകുന്ന ഒരു അവസ്ഥ അത് ഉരുത്തിരിക്കുന്നവർക്ക് 2 ഗുണമാണ്.
ഇന്നിങ്ങനെ വന്നാൽ അല്ലെങ്കിൽ ഹിന്ദുക്കളെ കൊന്നാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന അത് തെറ്റിദ്ധരിച്ച് മൂഢന്മാരായിട്ട് ഉള്ള ജിഹാദികളുണ്ട്. അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു കലാപം ഉരുത്തിരിക്കുന്നതിനകത്ത് ഇന്ത്യയുടെ വളർച്ചയെ പ്രകടിപ്പിക്കുന്ന രീതിയിലേക്കും അല്ലെങ്കിൽ ഇവിടെ സൗഹാർദ്ദമായിട്ട് പോകുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനൊക്കെ സാധിക്കുമല്ലോ. അപ്പോൾ ഇതിനകത്തൊരു കൃത്യമായ ഒരു അജണ്ട അത് എത്ര നിയന്ത്രിച്ചിണക്കുകയും ആ അജണ്ട ഉരുത്തിരിക്കാൻ പാകത്തിന് ഇന്ത്യയുടെ പല ഭാഗത്തും ഇപ്പോഴും അതിൻ്റെ ആൾക്കാർ വളരെ കൃത്യമായിട്ട് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നുണ്ട്. ആ ജോലിക്ക് വേണ്ട രീതിയിൽ വെള്ളവും വളവും കൊടുക്കുന്നതിന് രാഷ്ട്രീയ പാർട്ടിയുണ്ട്. ഇത്തരത്തിൽ ആൾക്കാർ ഗുജറാത്തിലും അല്ലെങ്കിൽ യു പിയിലും ഒക്കെ വളരെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നു. അത് പ്രവർത്തിക്കാൻ സാധിക്കും ഇന്ന ഭാഗമായിട്ട് നിന്നാൽ. അതുകൊണ്ടാണല്ലോ ഈ കഴിഞ്ഞ ദിവസം ഈ സംഭാലിലെ വിഷയം, സംഭാലിൽ യോഗി പരിശോധിക്കുമ്പോൾ 50 കൊല്ലം മുമ്പ് നടന്നത് ആ അവസ്ഥയിൽ ഇപ്പൊ സംഭാല് പോവുകയാണ്. അവിടെ പ്രത്യേക ജനവിഭാഗം അല്ലെങ്കിൽ പ്രത്യേക ഒരു ജിഹാദി ഗ്രൂപ്പ് ആ പ്രദേശം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു, ആ പ്രദേശം കൈയടക്കിയിരിക്കുന്നു. അതിനുവേണ്ടി 188 പേരെ കൊന്നിരിക്കുന്നു. ആ കൊന്നവരെ പറ്റി അല്ലെങ്കിൽ അന്നെടുത്ത കേസ് വെറുതെ വിടുന്ന അവസ്ഥയിൽ ഉദ്യോഗസ്ഥന്മാരെ സഹായിക്കുന്നു. ഇതിനെല്ലാം മറപറ്റി ചില രാഷ്ട്രീയ പാർട്ടികൾ അതിപ്പോഴും അതിൻ്റെ ആ രീതിയിലേക്ക് ആ സ്ഥലം കൊണ്ടുപോകുന്നതിനും അവിടെ ഗവൺമെന്റിന്റെയും അല്ലെങ്കിൽ ഇന്ത്യയുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാതെ പോകുന്നതിന് ഒരു ഗ്യാങ് ഇപ്പോഴും ഇവിടെ നിഗൂഢമായിട്ട് നിൽക്കുന്നു, ഇന്ത്യക്കെതിരെ നിഗൂഢമായിട്ട് നീങ്ങുന്നു. അത് പരിശോധിക്കുമെന്ന് പറഞ്ഞ് അപ്പോൾ അവിടെ അതിന് സഹായമാകുന്നത് SP ആണ്. SP എന്ന് പറഞ്ഞാൽ അവരുടെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയാണ് യു പിയിലെ. ഇപ്പൊ ഏതാണ്ട് 35 സീറ്റ് അവർക്കുണ്ട്. അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് ഇത്തരത്തിലുള്ള ആൾക്കാരെ ഉണ്ടാക്കുന്നത് ഇന്ത്യക്കകത്ത് നിന്നാണ്. ഇത്തരത്തിലുള്ള ആൾക്കാരെ ലോകം മൊത്തം ഉരുത്തിരിയുന്നുണ്ട്. പക്ഷെ അതിന് പ്രമോഷൻ കൊടുക്കാൻ ആ രാജ്യത്താളുണ്ടാകുമ്പോഴാണ് അവർ വലുതാവുന്നത്. ഇപ്പൊ ട്രെയിനിൽ പോകുമ്പോൾ അല്ലെങ്കിൽ കുംഭമേളയ്ക്ക് പോകുന്ന ആൾക്കാരെ കാണുമ്പോൾ അവരെ എറിയാൻ ഇവരെ പ്രാപ്തരാക്കുക. നിങ്ങൾ എറിഞ്ഞോ, നിങ്ങൾ കത്തിച്ചോ, നിങ്ങൾ കൊന്നോ, അല്ലെങ്കിൽ ഇത് വഖഫിന്റെ സ്ഥലമാണെന്ന് പറ, അവിടെ പ്രക്ഷോഭം ഉണ്ടാക്ക്, ഞങ്ങൾ കൂടെ ഉണ്ട്. ഇങ്ങനെ പറയുമ്പോഴാണല്ലോ ഈ പ്രക്ഷോഭം ഉണ്ടാക്കാനും അല്ലെങ്കിൽ അതിന് തയ്യാറാവുന്നതിനും കുറെ ആളുകളുണ്ട്. അതായത് ഈ കുംഭമേള എന്നല്ല, ഇതിനു മുമ്പ് നടക്കുന്ന പല ഹിന്ദു ആചാരങ്ങളും അല്ലെങ്കിൽ ചില പ്രത്യേക മതവിഭാഗത്തിൻ്റെ ആചാരങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെ എതിർക്കാൻ പ്രാപ്തമായിട്ട് ഡൽഹിയിലായാലും കൊള്ളാം, യു പിയിലായാലും കൊള്ളാം, ബീഹാറിലായാലും കൊള്ളാം, കേരളത്തിൽ അക്രമം നടക്കുന്നില്ലെങ്കിൽ അതിന് വിമർശിക്കാൻ ആളുകൾ വന്ന് ഈ രീതിയിലേക്കുള്ള ആൾക്കാരെ ഉരുത്തിരിക്കുന്നതിന് ഇന്ത്യക്കകത്ത് വളരെ കൃത്യമായിട്ടുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. ലോകത്തുടനീളം നടക്കുന്നതിൻ്റെ കൂടെ ഇന്ത്യക്കകത്ത് നടക്കുന്നുണ്ട്. അതിനകത്ത് അതിൻ്റെ വേണ്ട പ്രമോഷൻ കൊടുക്കാൻ അല്ലെങ്കിൽ അതിന് വേറെ ചില രീതിയിൽ അതിന് ന്യായീകരണം കൊടുക്കാൻ പ്രധാനമായിട്ടും ഇവിടുത്തെ പ്രതിപക്ഷം അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട്. അതാണ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രാമനവമി, അതോടൊപ്പം തന്നെ ദുർഗാ പൂജ, ഗണേശോത്സവം ഉൾപ്പെടെയുള്ള ചില മതത്തിന്റെ ആഘോഷങ്ങൾക്ക് നേരെ നിരന്തര ആക്രമണങ്ങൾ ഉണ്ടാകുകയാണ്. അതെങ്ങനെ സമൂഹത്തിൽ തെറ്റായ ഒരു ചിന്താഗതി ഉണ്ടാക്കുമല്ലോ. കാരണം ഈ ആഘോഷങ്ങൾ വരുമ്പോൾ ഇവിടെ അക്രമം നടക്കുകയാണ്, കേരളത്തിൽ ഉൾപ്പെടെ പറയുകയാണ്. അങ്ങനെ ഒരു തന്ത്രപരമായ നീക്കത്തിലേക്കാകുമോ ഈ കുംഭമേളയും കൊണ്ടെത്തിക്കാനുള്ള ശ്രമം? തീർച്ചയായിട്ടും കുംഭമേള എന്ന് പറയുന്ന ഒരു മഹാസംഭവമാണ്. നമ്മൾ ഈ പറയുമ്പം ഇപ്പോൾ ചോദിച്ചുകൊണ്ട് കുംഭമേള എന്ന് പറഞ്ഞ ഒരു ഇതിനകത്ത് നമ്മൾ അതിശയത്തോടുകൂടി കാണേണ്ട ഒരു കാര്യമായി കുംഭമേള എന്ന് പറഞ്ഞാൽ. നമ്മൾ അവിടെ ഈ 45 കോടി ജനം വരുന്നത്, ഈ 45 കോടി ജനത്തിനകത്ത് ഒരു 10 ലക്ഷം സന്യാസിമാരായിരിക്കും അല്ലെങ്കിൽ വരുന്ന നമുക്ക് എൻ്റെ അല്ലെങ്കിൽ നമ്മളങ്ങ് ഒരു ഉദാഹരണം പറയുക. ഇതിനകത്ത് വരുന്ന ഈ സന്യാസിമാരെ പറ്റി സ്ത്രീത്വം വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ സന്യാസി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ കാണുന്ന കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെട്ടി അല്ലെങ്കിൽ സ്രാവിട്ട് വെച്ച സന്യാസിയൊന്നുമല്ല. സന്യാസി എന്ന് പറഞ്ഞാൽ എല്ലാം ത്യജിച്ച്, അതാണ് ഇവരിൽ നിന്ന് കാണാൻ പറ്റുന്നത്. ഈ സന്യാസിമാർ ഇവിടെ വന്ന് അല്ലെങ്കിൽ ഈ അവരുടെ ഈ സ്നാനവും അല്ലെങ്കിൽ മറ്റ് പ്രവൃത്തികളും ഒക്കെ നടത്തിയിട്ട് തിരിച്ചു പോകും. എന്താണ് നടത്തുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കർമ്മങ്ങൾ അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാൻ നമുക്കറിയത്തെങ്കിലും ഇവരെ ഓരോ സന്യാസിമാരെ പറ്റി പരിശോധിക്കുമ്പോൾ അവരുടെ ചെയ്തികളും അവരുടെ ശക്തിയും വലുതാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ വിമർശിക്കുന്നത്. മാത്രമല്ല ഈ സന്യാസിമാരെ കൊണ്ട് ആർക്കാണ് ദോഷം? ഇവിടെ വരുന്ന സന്യാസിമാരെ ഒരാളുടെ പോലും പേരറിയത്തില്ല, കുടുംബം അറിയത്തില്ല, അഡ്രസ്സ് അറിയത്തില്ല, അവർക്ക് ആധാർ കാർഡില്ല, തിരിച്ചറിയൽ കാർഡില്ല, റേഷൻ കാർഡില്ല, ഒരു ആനുകൂല്യം അവർക്ക് വേണ്ട. ഈ സന്യാസിമാരെ കൊണ്ട് വളരെ കൂടുതലായിട്ട് വരുന്ന സന്യാസിമാർ ഈ 12 കൊല്ലം കൂടുമ്പോൾ വരുമ്പം അല്ലെങ്കിൽ ഇതിനകത്ത് പങ്കെടുക്കുന്നു. അവർ വേറെ എവിടോട്ടോ മറയുന്നു അല്ലെങ്കിൽ ഗുഹകളിൽ പോകുന്നു. അവിടെ പോയിരുന്ന അവർ അവരുടേതായ രീതിയിൽ അവർ ധ്യാനവും അവരുടെ ഒരു പ്രത്യേക ജീവിത രീതി ജീവിക്കുന്ന ഒരവസ്ഥയാണ്. ഇതുകൊണ്ട് അവിടുന്ന് ധ്യാനിക്കുന്നത് കൊണ്ട് ലോകാസമസ്ത സുഖനോ ഭവന്തു എന്ന സങ്കല്പത്തിൽ ധ്യാനിക്കുന്നത് കൊണ്ടാണ് ഈ ലോകം മൊത്തം നിലനിൽക്കുന്നത് എന്നുള്ളൊരു ധാരണയിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സങ്കല്പമാണ് അവരുടെ. അപ്പൊ ഇതൊരു അതിശയമായ കാര്യം. പിന്നെന്തിനാ ഇവർ ഉപദ്രവിക്കുന്നേ? ആർക്കും ശല്യമില്ലാതെ ഒരാളും ഹിന്ദു മതത്തിൽ ചേരണമെന്ന് അവർ പറയുന്നില്ല, അല്ലെങ്കിൽ ഒരാളെ ഹിന്ദുവാക്കാൻ അവരില്ല, ഒരു കലാപത്തിനും അവരില്ല, ഒരു പ്രശ്നത്തിനും അവരില്ല. അപ്പം ഇപ്പം ഇതിനെതിരെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ ഇവരെ ഉരുത്തിരിക്കുകയാണ്. അപ്പോൾ ഇപ്പൊ ശ്രീ ചോദിച്ച പോലെ കുംഭമേളയ്ക്ക് പങ്കെടുക്കുന്നതിനെ പേടിപ്പിക്കുമോ?
ഇപ്പോൾ ഇവിടുന്ന് കുംഭമേളയ്ക്ക് പോകുന്ന നമ്മളായിരിക്കും. സന്യാസിമാരെ ഒന്നും ആർക്കും പേടിപ്പിക്കാൻ ഒക്കത്തില്ല, അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. സന്യാസിമാരെ പേടിപ്പിക്കാനൊന്നും പോകുന്നതിന്, അല്ലെങ്കിൽ എനിക്ക് വരുന്നത് മൊത്തം 45 കോടിയും സന്യാസിമാരല്ലോ. അപ്പോൾ ഈ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ചെല്ലുന്നവരെ ഭയപ്പെടുത്തുക, അല്ലെങ്കിൽ അതിനകത്ത് അവർ ആകൃഷ്ടരാവാതിരിക്കുക, അല്ലെങ്കിൽ ഇതിനകത്ത് പങ്കെടുത്താൽ നമുക്ക് ജീവഹാനി സംഭവിക്കുന്നതുകൊണ്ട് കൃത്യമായിട്ട് പുറകോട്ട് പോകുന്ന ഒരവസ്ഥ വരിക. അതാണല്ലോ ഇപ്പം ഓരോ ആചാരങ്ങൾക്കെതിരെ അക്രമം നടത്തുന്നത്. അപ്പോൾ അക്രമം നടത്തുമ്പോൾ അടുത്ത പ്രാവശ്യം ഈ ആചാരം നടത്താൻ ഭയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് സ്ത്രീകളും കുട്ടികളും വരാതെ, അല്ലെങ്കിൽ അതിന് അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനെ വിടാൻ അവരുടെ വീട്ടുകാർ തയ്യാറാവാത്ത രീതിയൊക്കെ. അപ്പോൾ ഈ രീതിയിലേക്കുള്ള ഒരു പോക്ക് അത് ലോകത്തുടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ് പല രീതിയിലും. പക്ഷേ ഇന്ത്യയിൽ അതിന് കുറവ് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നിയന്ത്രിക്കുന്നതിന് വേണ്ടി കഴിവുള്ള ഭരണാധികാരികളായതുകൊണ്ടാണ് ഈ പ്രൊമോഷൻ ലഭിക്കാത്തത്. അല്ലെങ്കിൽ കുംഭമേളയിലൊക്കെ വളരെ കൂടുതൽ ബോംബ് സ്ഫോടനങ്ങളും അല്ലെങ്കിൽ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായേനെ. അതിന് യാതൊരു തർക്കവുമില്ല. കാരണം അത് നടക്കാത്തതിനകത്തുനിന്ന് വരുന്ന അമർഷങ്ങളാണ് പലയിടത്തും ഞങ്ങളുടേതാണ്, അല്ലെങ്കിൽ ഒരു ബോംബെറിയാൻ പറ്റാത്തവൻ ഒരു കല്ലെങ്കിലും എടുത്തെറിഞ്ഞ് ആശ്വാസം കൊള്ളുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഏതായാലും ഈ ഒരു വലിയ സംഭവത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനും, അല്ലെങ്കിൽ അത് പ്രശ്നത്തിലാക്കുന്നതിനും, അതിനകത്തൊരു വിവാദം ഉണ്ടാക്കുന്നതിനുമൊക്കെയുള്ളൊരു ശ്രമം ആദ്യമായിട്ടേ നടന്നു പോകുന്നുണ്ട്. അതിൻ്റെ തുടക്കം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ ഒരു കല്ലൊക്കെ എറിഞ്ഞ് അതിനകത്ത് ഒക്കുന്നത് പോലെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഏതായാലും അതിന് നരേന്ദ്രമോദിയും അല്ലെങ്കിൽ യോഗി ആദിത്യനാഥും അതിനെ സംഘടിപ്പിക്കുന്നവരുമൊക്കെ ഒരു പ്രശ്നവുമില്ലാതെ വളരെ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ കരുത്തുള്ള രീതിയിലേക്ക് അതിൻ്റെ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഒരു കുഴപ്പവുമില്ലാതെ കുംഭമേള പൂർത്തീകരിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിന് ആർജവമുള്ള ഒരു മുഖ്യമന്ത്രിയാണ് ഇവിടെ ഭരിക്കുന്നത്. കുംഭമേള ഒരു മഹാസംഭവമായി വീണ്ടും അവസാനിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.